എല്ലാവർക്കും സന്ധ്യാവന്ദനം. ഇത്രയും പേർക്ക് ദൈവ സന്നിധിയിൽ കൂടി വരുവാൻ മഴയുടെ എത്രയും പ്രയാസം ഉണ്ടെങ്കിലും ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു മനോഹരമായ പുസ്തകമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിക്കും തോറും കൂടുതൽ ആശയങ്ങൾ മനസ്സിൽ കടന്നു വരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നാം 18ഉം 19ഉം അധ്യായങ്ങളാണ് ഒരുമിച്ച് നോക്കിയത്. ആ രണ്ടാമത്തെ ഭാഗം ഏകദേശം കഴിയാറായി. ദേശമെല്ലാം ഓരോ ഗോത്രത്തിന് വിഭാഗിച്ചു കൊടുത്തു. അവസാനം യോശുവയ്ക്കും അവരൊരു ഓഹരി കൊടുക്കുകയുണ്ടായി. അത് നമ്മൾ കാണുകയുണ്ടായി. അതിനു മുമ്പ് നമ്മൾ 18ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചു കൂടി എന്നുള്ള കാര്യം നാം കാണുകയുണ്ടായി. അതുവരെയും അവരുടെ പാളയം ഗിൽഗാലിലായിരുന്നു അല്ലേ? നമ്മൾ ആരംഭിച്ചപ്പോൾ യോർദാൻ കടന്ന് അവർ പാളയം അടിച്ചത്, അവരുടെ ക്യാമ്പ് ഗിൽഗാലിലായിരുന്നു. ഗിൽഗാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പഠിച്ചതാണ്. അതെ, അവരെ നിന്ന് ഉരുട്ടിക്കളഞ്ഞ സ്ഥലമായിരുന്നു. നമ്മളോടുള്ള ബന്ധത്തിൽ എവിടാ നമ്മുടെ നിന്ന് ഉരുട്ടിക്കളഞ്ഞ സ്ഥാനം? കാൽവറി. 5ാം അധ്യായം നാം പഠിച്ചപ്പോൾ അതിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും, കാൽവറിയിൽ കൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, പിന്നീട് നമുക്ക് ലഭിച്ച പദവികൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ നാം പഠിച്ചപ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ നാം അത് കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ആത്മീയ പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഇതൊരു ചരിത്ര ഗ്രന്ഥമായിട്ട് അല്ലെങ്കിൽ അതിലെ പാഠങ്ങൾ ഇങ്ങനെ ഓരോന്ന് പ്രതിവാക്യമായിട്ടല്ല നാം പഠിക്കുന്നത്. ശീലോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല. സോറി. ശീലോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പീസ് അല്ലെങ്കിൽ റെസ്റ്റ്, ആശ്വാസം അല്ലെങ്കിൽ സമാധാനം. ഞാൻ അത് പഠിച്ചപ്പോൾ വളരെ യോജിച്ച ഒരു പദമായിട്ട് അവിടെ സമാഗമനോട് നിവൃത്തിയ സ്ഥലമായതുകൊണ്ട് ദൈവമക്കൾക്ക് ആശ്വാസ സ്ഥാനം അല്ലെങ്കിൽ അവർക്ക് സമാധാനത്തിൻ്റെ സ്ഥാനം. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എവിടെയാണ് ദൈവത്തിൻ്റെ സമാഗമന കൂടാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരം എവിടെയാണെന്ന് ചോദിച്ചാൽ വേഗം കാണിച്ചു കൊടുക്കാനുള്ള അവർക്ക് കഴിയും. ശീലോ, സമാധാനം അല്ലെങ്കിൽ റെസ്റ്റ്, ആശ്വാസത്തിൻ്റെ സ്ഥാനം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾക്ക് നല്ലൊരു കാലഘട്ടം, ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 400 വർഷത്തോളം ശമൂവേലിൻ്റെ കാലം വരെയും ഫെലിസ്ത്യർ ആ സമാഗമനം പിടിച്ചു കൊണ്ടുപോകുന്നവരെയും അവർക്കുണ്ടായിരുന്ന സ്ഥാനം, ദൈവത്തിൻ്റെ മന്ദിരം അവിടെയായിരുന്നു. എല്ലാ വർഷവും ഉത്സവങ്ങൾ, പെരുന്നാളുകൾ ആചരിക്കാനൊക്കെ ഇസ്രായേൽ മക്കൾ അവിടെ കൂടി വരുമായിരുന്നു. യാഗങ്ങൾ അർപ്പിക്കാൻ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന ആശ്വാസ സ്ഥാനം, ഹന്നയെ പോലെയുള്ളവർ വന്ന് ഹൃദയം പകർന്നിരുന്ന സ്ഥാനം. നാം താഴെ പാടാറുണ്ടല്ലോ, യേശു സന്നിധാനം എത്രയോ സമാധാനം. അവർക്ക് ഹൃദയത്തിൻ്റെ വേദനകൾ പകരുവാനും ദൈവമായിട്ട് അഭിമുഖമായിട്ട് സംസാരിപ്പാൻ അവർക്ക് ലഭിച്ചിരുന്ന സ്ഥാനമായിരുന്നു ശീലോ. നമ്മളോടുള്ള ബന്ധത്തിലും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് എത്രയോ ആശ്വാസമാണ് അല്ലേ? എല്ലാ കാര്യങ്ങളും പറയുവാൻ, നമ്മുടെ ഹൃദയഭാരങ്ങൾ ഏറ്റുപറയുവാൻ ഒക്കെയും നമുക്കുള്ള ആശ്വാസ സ്ഥാനം, ദ റെസ്റ്റ്, ദ പ്ലേസ് ഓഫ് റെസ്റ്റ്. നമ്മുടെ കർത്താവ് പറയുകയുണ്ടായി, അധ്വാനിക്കുന്നവരും ഭാരം ചുമത്തുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നവർക്ക് ആർക്കും ആശ്വാസം ലഭിക്കാതിരുന്നിട്ടില്ല. അത് വലിയൊരു പാഠമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് അവരുടെ മന്ദതയുള്ള കുറേ 7 ഗോത്രങ്ങളെക്കുറിച്ച് നാം കാണുകയുണ്ടായി. അവർക്ക് അവകാശം കൊടുത്ത സ്ഥലം അത് കൈവശമാക്കാൻ പോകാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അവരോടുള്ള ബന്ധത്തിൽ കർത്താവ് യോശുവ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 18ാം അധ്യായത്തിൻ്റെ 3ാം വാക്യത്തിൽ ആ വാക്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയുണ്ടായി. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? ഹൗ ലോങ്? എത്രത്തോളം മടിച്ചിരിക്കും? നമ്മോടുള്ള ബന്ധത്തിലും ഞാൻ പറയുകയുണ്ടായി, നമുക്ക് ദൈവം അവകാശങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? എന്നാലും അത് കൈവശമാക്കുന്നുണ്ടോ? നമ്മളിപ്പോഴും മടിച്ചിരിക്കുക. ഞാൻ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്നൊരു അപകടം കഴിഞ്ഞ ആഴ്ച ഞാനത് വായിക്കാൻ വിട്ടുപോയി. എബ്രായ ലേഖനം 6ാം അധ്യായത്തിൽ എബ്രായ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട്
എഴുത്തുകാരൻ പറയുന്ന ഒരു വാക്യമുണ്ട്, നമുക്കറിയാം. 11-12 വാക്യങ്ങൾ, എബ്രായ ലേഖനം 6:11-12 വാക്യങ്ങൾ. അവര് നമുക്കറിയാം എബ്രായ വിശ്വാസികൾക്ക് നല്ലൊരു ആരംഭം ഉണ്ടായിരുന്നു. അവർ വിട്ടുപോകുന്നതിനൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ അവർക്ക് അത്രയും ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ വിട്ടുകളഞ്ഞു. വളരെ നഷ്ടം സഹിച്ച് കർത്താവിനോട് കൂടെ നിലനിന്നവരായിരുന്നു. എന്നാൽ പിന്നീട് പതുക്കെ അവർ പിന്നാക്കം പോയി. കനാലിലേക്ക് പ്രവേശിച്ച സമയത്ത് എരിഹോ പിടിച്ചെടുക്കാനും ഹായ് പിടിച്ചെടുക്കാനും ആദ്യത്തെ പട്ടണങ്ങളൊക്കെ പിടിച്ചെടുക്കാനും അവർക്ക് വലിയ ഉത്സാഹമായിരുന്നു, അല്ലേ? പിന്നീട് യോശുവ അവർക്ക് ദേശങ്ങൾ കൈവശമാക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യേണ്ട ഭാഗങ്ങൾ ദൈവം ചെയ്യും. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഭാഗങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ദൈവം ചെയ്ത് നമുക്ക് തരികയുള്ളൂ. എന്നാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്തു തരികയില്ല. അത് യോശുവ അവരോട് പ്രത്യേകം ചോദിച്ചു. എന്നിട്ട് യോശുവ അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് 3 പേരെ എടുത്ത് നമുക്ക് പോവുക, സർവേ ചെയ്യുക, ദേശം പോയി സർവേ ചെയ്തതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരിക. ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് വിഭാഗിച്ച് നിങ്ങൾക്ക് കൈവശമാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം. അങ്ങനെയാണ് അവർ പിന്നീട് തുടർന്നുള്ള കാര്യങ്ങൾ നടന്നതെന്ന് നമുക്ക് കാണുകയുണ്ടായി. അങ്ങനെ ആ രണ്ടാം ഭാഗം അവസാനിക്കുകയാണ്. അവസാനത്തെ ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായി, ദേശം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വന്നത് കാലേബായിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ദേശം ഒറ്റുനോക്കാൻ പോയതിൽ 2 പേര് മാത്രമേ കനാനിലേക്ക് പ്രവേശിച്ചുള്ളൂ. മറ്റവരെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. അതിൽ ആദ്യത്തെ കാലേബ് വന്നിട്ട് തൻ്റെ അവകാശം ചോദിച്ചു മേടിക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി. എല്ലാ സ്ഥാനങ്ങളും അല്ലെങ്കിൽ ഏത് ദേശം വേണമെങ്കിലും കൈവശമാക്കാനുള്ള അധികാരവും അവകാശവും യോശുവയ്ക്കുണ്ടായിരുന്നു. യോശുവ അത് ഒരിക്കലും ചെയ്തില്ല. എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞ് അവസാനം ഇസ്രായേൽ മക്കളാണ് യോശുവയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കേണ്ടത്. അവർ ചോദിച്ചപ്പോൾ യോശുവ ചോദിച്ച സ്ഥലം അവർക്ക് തൻ്റെ എഫ്രൈംകാർക്ക് കൊടുത്ത അവകാശത്തിൽ തന്നെ, തൻ്റെ ഗോത്രത്തിന് കിട്ടിയ അവകാശത്തിൽ തന്നെ താൻ ഒരു സ്ഥലം ചോദിച്ച് മേടിക്കുന്ന യോശുവയെ നമുക്ക് കാണാം. താൻ അവിടെ എന്നിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു എല്ലാം. താൻ അവിടെ ഒരു പട്ടണം പണിത് സാധിച്ചു. എത്രയോ നല്ല മാതൃകയായിട്ട് നമുക്ക് യോശുവയെ നമുക്ക് കാണാനായിട്ട് കഴിയും. 20 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തുടർന്ന് സങ്കേത നഗരങ്ങളെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. ഇസ്രായേലിൻ്റെ രാജ്യം അല്ലെങ്കിൽ ദേശം എന്നുള്ള ദേശീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് സങ്കേത നഗരത്തിൻ്റെ സ്ഥാപനങ്ങൾ. അത് ദൈവം ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ രക്തപ്രതികാരം അല്ലെങ്കിൽ രക്തത്തിന് പകരം രക്തം ചോദിക്കുന്ന കാര്യം പ്രത്യേകം ദൈവം പറയുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ ജീവൻ്റെ വില എത്രയോ വിലയേറിയതാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം ആ കാര്യം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം നോഹയുടെ പ്രളയം കഴിഞ്ഞപ്പോൾ ദൈവം ആ പഴയ ലോകത്തെ കംപ്ലീറ്റ് നശിപ്പിച്ചു. എന്നിട്ട് നോഹയും മക്കളെയും കൊണ്ട് പുതിയൊരു സിസ്റ്റം ആരംഭിക്കുകയാണ്. അവിടെ താൻ പറയുന്നൊരു വാക്യമുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ദൈവത്തിന് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് മനുഷ്യൻ്റെ രക്തം ചൊരിയിക്കുക. ദേശം മലിനപ്പെടുന്നതിന് വലിയ കാര്യം ഒരുക്കുന്നത് ഈ രക്തച്ചൊരിച്ചിലൂടെയാണ്. അതുകൊണ്ട് ദൈവം അതിന് പ്രത്യേക നിയമങ്ങൾ വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ സങ്കേത നഗരങ്ങൾക്ക് ഇസ്രായേൽ ദേശത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദേശീയ ജീവിതത്തിൽ തന്നെ വലിയ സ്ഥാനമുണ്ടായിരുന്നു. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും എടുത്ത് മോശ വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ സങ്കേത നഗരങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ ന്യായപ്രമാണം കൊടുത്ത ഉടനെ തന്നെ പറയുന്ന ഒരു കാര്യമാണത്.
അതുകൊണ്ട് ദൈവം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ മോശ പിന്നീട് സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിൻ്റെ മുഴുവൻ തന്നെ 6-34 വരെയുള്ള വാക്യങ്ങളിലും അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വാക്യങ്ങളിലും നമുക്കത് കാണാനായിട്ട് കഴിയും. നമുക്കത് മുഴുവനായിട്ട് വായിക്കാൻ ഇപ്പോൾ സമയമില്ല. എന്നാൽ നിങ്ങളത് വീട്ടിൽ പോയി വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ സങ്കേത നഗരങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സീനായ് പർവ്വതത്തിൽ വെച്ച് ആ 10 കൽപ്പന നൽകിയതിന് ശേഷം ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളെ ഓർമ്മിക്കുന്നുണ്ട്. അബദ്ധവശാൽ കൊല ചെയ്തവന് അഭയത്തിനായി ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും എന്നാണ് അന്ന് യഹോവ കൽപ്പിച്ചത്. അതിൻ്റെ വിശദീകരണമാണ് പിന്നീട് നമുക്ക് സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ കനാൻ കീഴടക്കി ദേശം ഗോത്രങ്ങൾക്ക് വിഭജിച്ചു കഴിഞ്ഞു. ദൈവം മുൻപ് കൽപ്പിച്ചതുപോലെ ഈ അധ്യായത്തിൽ സങ്കേത നഗരങ്ങളുടെ സ്ഥാനം വിവരിക്കുകയാണ്. ജീവിതത്തിൻ്റെ പവിത്രത ഇസ്രായേൽ മനസ്സിലാക്കേണ്ടതാണ് എന്ന് ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അബദ്ധവശാൽ പോലും ഒരു മനുഷ്യനെ കൊല്ലുന്നത് എത്ര ഗൗരവമേറിയ തെറ്റാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. പഴയ ലോകത്തിൽ നമുക്കറിയാം രക്തപ്രതികാരം നിലവിലിരുന്നു. ന്യായപ്രമാണം അനുസരിച്ച് ഒരുവൻ കൊല്ലപ്പെട്ടാൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ ആ കൊലയ്ക്ക് പ്രതികാരം ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. അവനത് ചെയ്യേണ്ടതാണ്. അയാളെ രക്തപ്രതികാരകൻ എന്നാണ് വിളിക്കുന്നത്. അത് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അതിൻ്റെ ശരിക്കുള്ള അർത്ഥം വീണ്ടെടുപ്പുകാരൻ എന്നാണ്. രക്തത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ. ആ കൊലപാതകം ചെയ്ത വ്യക്തി പ്രതികാരകനാൽ കൊല്ലപ്പെട്ടില്ലെങ്കിൽ ആ കടിപ്പക എന്താ പറയുക പക നിമിത്തം ആ ദേശത്തിൽ വളരെയധികം പോരാട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ട്രൈബൽസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെ എപ്പോഴും യുദ്ധങ്ങളാണ്, പോരാട്ടങ്ങളാണ്. ആ നിലയിൽ പിന്നീട് അത് പോരാട്ടത്തിന് കാരണമായി തീരും. എന്നാൽ വീണ്ടെടുപ്പുകാരൻ എന്നറിയപ്പെടുന്ന ചാർച്ചക്കാരൻ, രക്തപ്രതികാരകൻ, കരുതിക്കുട്ടി കൊലപാതകം ചെയ്യുന്നവനെ വിധിക്കപ്പെട്ടവൻ ഈ കൊല്ലപ്പെട്ടവൻ്റെ ചാർച്ചക്കാരന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കുറ്റക്കാരനെ അല്ലാതെ അയാളുടെ പിതാവിനെയോ മക്കളെയോ ശിക്ഷിക്കാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു നിയമമായിരുന്നു. അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ആ കുറ്റം ചെയ്ത വ്യക്തി മറ്റാരും അതിൻ്റെ പാപം വഹിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ദൈവം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അത് ദൈവത്തിൻ്റെ തെറ്റിക്കൂടാത്ത ഒരു നിയമമായിരുന്നു. ദൈവം അത് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യഹൂദ രാജാവായ അമസ്യാവ് രാജാവായി കഴിഞ്ഞപ്പോൾ തൻ്റെ പിതാവിനെ കൊന്നവരോട് താൻ പ്രതികാരം ചെയ്തു. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊരു വാക്യമുണ്ട്. 2 സ്ഥലത്തും അത് പറയുന്നുണ്ട്. 2 രാജാക്കന്മാർ 14:6 2 ദിനവൃത്താന്തം 25:4 2 ദിനവൃത്താന്തം 25:4 നമുക്ക് വായിക്കാം. അതേ സംഭവം തന്നെയാണ് 2 രാജാക്കന്മാരിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അത് അവർ പ്രയോഗത്തിൽ കൊണ്ടുവരികയായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യം നമുക്കറിയാം. രാജ്യത്വം അവന് ഉറച്ച ശേഷം അവൻ തൻ്റെ അപ്പനായ രാജാവിനെ കൊന്ന് തൻ്റെ ഭൃത്യന്മാർക്ക് മരണശിക്ഷ നൽകുകയായിരുന്നു. അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല. കാരണം എന്താ? മോശയുടെ നിയമപ്രകാരം യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുക. അത് അവർ പ്രായോഗികത്തിൽ കൊണ്ടുവരുവാൻ വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ട് ആ കാര്യം കരുതിയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പകയോ വിദ്വേഷമോ കൂടാതെ അബദ്ധവശാൽ കൊലപാതകം ചെയ്തവന് സങ്കേത നഗരത്തിൽ പോയി ഒളിക്കുവാനുള്ള ക്രമീകരണമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ സങ്കേത നഗരം ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ സങ്കേത നഗരത്തിൽ പാർക്കുന്ന ഘാതകൻ്റെ മേൽ കൈവയ്ക്കുവാൻ രക്തപ്രതികാരകന് അവകാശമില്ല. അവനവിടെ ആ സങ്കേത നഗരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രതികാരം നടത്താനായിട്ട് കഴിയുകയില്ല. പഴയ നിയമത്തിൽ കരുതിക്കുട്ടിയുള്ള കൊലപാതകവും അബദ്ധവശാൽ ചെയ്യുന്ന കൊലപാതകവും തമ്മിലുള്ള വ്യത്യാസം
വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളത് കാണുകയുണ്ടായി. സംഖ്യാപുസ്തകം 35-ാം അധ്യായം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. അത് നമ്മളോടുള്ള ബന്ധത്തിലും നമുക്ക് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരും. എന്നാൽ ഘാതകൻ വളരെ വേഗം ഓടി ഏറ്റവും അടുത്തുള്ള സങ്കേത നഗരത്തിൽ എത്തേണ്ടതാണ്. അതുകൊണ്ട് ഈ സങ്കേത നഗരം വളരെ പ്രത്യേകമായിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നതും അവിടേക്കുള്ള വഴിയൊക്കെ വളരെ വീതി, ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഏതായാലും 48 അടി വീതിയോളം അവർക്ക് കൊടുത്തിരിക്കുക അങ്ങോട്ട് പോകാനുള്ള വഴി. അത്രയും വീതിയോടുകൂടെ ആ വഴി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ യാതൊരു തടസ്സമൊന്നും വരാൻ പാടില്ല. നദികളുണ്ടെങ്കിൽ അവിടെ പാലം പണിതിരിക്കണം. അത് വളരെ കർക്കശമായിട്ട് അതിൽ നോക്കിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഏകദേശം 6 സങ്കേത നഗരങ്ങൾ യോർദാന് കിഴക്കും അതുപോലെ യോർദാൻ പടിഞ്ഞാറും 2 സൈഡിലും ആ ഗോത്രങ്ങളുണ്ടായിരുന്നവർക്ക് അവർക്ക് കൊടുത്തിരുന്നു. 6 ഗോത്രങ്ങൾ 6 സങ്കേത നഗരങ്ങൾ അവർക്ക് കൽപ്പിച്ചാക്കിയിരുന്നു. അവിടേക്ക് എത്തേണ്ട വഴികളും അതെല്ലാം ഓടുന്ന മനുഷ്യൻ്റെ പിന്നാലെ പോകുവാൻ അന്ന് ഈ ജ്യൂസിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് ന്യായപ്രമാണം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവിടുത്തെ കുട്ടികൾ. അവരെ പിന്നാലെ ഓടിക്കും, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് 2 പേര് അവരുടെ കൂടെ പോകും എന്ന് നമ്മൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രക്തപ്രതികാരൻ അവൻ്റെ അടുത്തേക്ക് എത്താതിരിക്കാൻ അവനെ സമാധാനിപ്പിക്കാനും ഈ 2 വിദ്യാർത്ഥികൾ ശ്രമിക്കും, അവനെ സ്ലോ ആക്കാൻ. അതിലൂടെ ഓടുന്നവന് സങ്കേത നഗരത്തിൽ പെട്ടെന്ന് എത്തിപ്പെടുവാനായിട്ട് സഹായിക്കുകയാണ് അവരുടെ ഉദ്ദേശം. ആ നിലയിൽ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത് അവർ ചെന്ന വഴിക്ക് അവർ ഓടിക്കതച്ചിട്ടാണ് ചെല്ലുന്നത്. ചെന്ന വഴിക്ക് ശ്വാസം വിടാതെ തന്നെ അവർ അവരുടെ കുറ്റമില്ലാത്ത അവസ്ഥ അവിടുത്തെ മൂപ്പന്മാരെ അറിയിക്കണം. നമുക്കറിയാം ഓരോ പട്ടണത്തിൻ്റെയും വാതിൽക്കലായിരിക്കും മൂപ്പന്മാരിയ്ക്കുക, അവരെ അത് അറിയിക്കണം. പട്ടണത്തിലെ മൂപ്പന്മാർ തൻ്റെ വ്യവഹാരം അറിയിച്ച്, അക്കാലത്ത് പട്ടണത്തിലെ മൂപ്പന്മാരായിരുന്നു അന്നത്തെ നീതിന്യായ കോടതി എന്ന് നമുക്കറിയാം. അതുപോലെ അവരുടെ മുമ്പാകെ വിചാരണ നടക്കുന്നവരെ അവന് അഭയം നൽകുവാൻ ഒരു താൽക്കാലിക തീരുമാനമെടുക്കും. ഘാതകന് അഭയം ലഭിക്കുന്നതിന് മുമ്പേ വിചാരണയെ അഭിമുഖീകരിച്ച് കൊലപാതകം അബദ്ധവശാൽ ചെയ്തതാണെന്ന് തെളിയിക്കണം. സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. അത് വായിച്ച് നിങ്ങൾ പഠിക്കുക. അപ്രകാരം തെളിഞ്ഞാൽ മഹാപുരോഹിതൻ്റെ മരണം വരെ അവനെ സങ്കേത നഗരത്തിൽ പാർക്കാം. ഈ കാലത്ത് പട്ടണത്തിന് വെളിയിൽ വെച്ച് കണ്ടാൽ രക്തപ്രതികാരകന് അവനെ കൊല്ലാവുന്നതാണ്. സംഖ്യാപുസ്തകം 35-ന്റെ 25-ാം വാക്യം. മഹാപുരോഹിതൻ്റെ മരണശേഷം പ്രതികാര ഭയം കൂടാതെ ഘാതകന് സ്വദേശത്തേക്ക് മടങ്ങാം. ആ മഹാപുരോഹിതൻ്റെ മരണം വരെ സങ്കേത നഗരത്തിൽ പാർക്കാൻ കൽപ്പിച്ചതിന് ഒരു പ്രത്യേക വ്യാഖ്യാനം ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത്, ഘാതകൻ്റെ കുറ്റം മഹാപുരോഹിതൻ ചുമക്കുന്നുവെന്നും മഹാപുരോഹിതൻ്റെ മരണം അതിന് പ്രായശ്ചിത്തമായി തീരുന്നുവെന്നുമാണ്. ഞാൻ വേറൊരു പുസ്തകത്തിൽ വായിച്ചത് മഹാപുരോഹിതൻ്റെ വീട്ടിലെ ഒരു അംഗം പോലെ അവനെ കരുതും. കാരണം മഹാപുരോഹിതൻ്റെ മരണം അവന് പ്രായശ്ചിത്തമായി തീരുകയാണ്. പിന്നീട് സങ്കേത നഗരത്തിൽ നിന്ന് നമുക്ക് അനേക പാഠങ്ങൾ പഠിക്കാനുണ്ട്. യോർദാൻ നദിക്ക് പടിഞ്ഞാറ് 3 കിഴക്ക്, അതുപോലെ തന്നെ 3 നഗരം പടിഞ്ഞാറും ഉണ്ടായിരുന്നു നമുക്കറിയാം. അതിൻ്റെ ഓരോരുത്തരുടെയും പേരുകൾ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കത് കാണാനായിട്ട് കഴിയും. ഗലീലെ കേദേശ്, അതിന് ഓരോ വാക്കുകൾക്കും വളരെ അർത്ഥവുമുണ്ട്. നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരും. കേദേശ് എന്നുള്ള വാക്കിന് നീതീകരണം, റൈച്ചസ്നസ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിശുദ്ധി. അതുപോലെ തന്നെ എഫ്രീം മലനാട്ടിൽ ഷേഖേം 21-ന്റെ 21-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ശരിക്കും ഷോൾഡർ, തോളുകൾ എന്നുള്ളതാണ്. അതുപോലെ യഹൂദയിൽ ഹെബ്രോൻ, അത് നമുക്കറിയാം. ഹെബ്രോൻ്റെ അർത്ഥം എന്താണെന്ന്? കൂട്ടായ്മ. യോർദാൻ്റെ കിഴക്കുള്ളത് 3 മോവാബ്യ സമഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ ബേസർ. ബേസർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും കോട്ട, അല്ലെങ്കിൽ ശക്തി, സുരക്ഷിതത്വം എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ് അതിനുള്ളത്. ഗാദിലെ രാമോത്ത് ഗിലെയാദ് എന്ന് നമ്മൾ വായിക്കും. അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്ന ഹൈറ്റ്സ് എന്നാണ്, ഉയരങ്ങൾ അല്ലെങ്കിൽ ഉയർത്തുന്നത്.
യോശുവയുടെ 21:38 നമുക്ക് സങ്കേത നഗരത്തിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. പിന്നെ മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ ബാശാനിലെ ഗോലാൻ. ഗോലാൻ്റെ അർത്ഥം ഹാപ്പിനെസ് അല്ലെങ്കിൽ ജോയ് അല്ലെങ്കിൽ സന്തോഷം എന്നാണ്. ഈ 6 പട്ടണങ്ങളാണ് സങ്കേത നഗരങ്ങളായിട്ട് അവർ തിരഞ്ഞെടുത്തതും അത് വളരെ അർത്ഥവത്തായിട്ട് നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സങ്കേത നഗരം നമ്മളോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം വ്യക്തമാണ്. അഭയത്തിനായിട്ട് പാപി ഓടിച്ചെല്ലുന്ന സ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിലേക്കാണ്. എബ്രായ ലേഖനകാരൻ അത് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ശരണത്തിനായി ഓടി വന്ന നമുക്ക് വലിയ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. അത് തുടർന്ന് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ വായിക്കാനായിട്ട് കഴിയും. എന്നാൽ ശരണത്തിനായി ഓടി വരുന്നവർക്ക് അഭയം തരുന്ന സ്ഥാനം. സ്വൈര്യമായി പാർത്തിരുന്ന ഒരു മനുഷ്യൻ യാദൃച്ഛികമായി ഒരുവനെ കൊല ചെയ്തു. അതോടുകൂടി അവൻ്റെ സ്ഥിതി പാടെ മാറി. സങ്കേത നഗരത്തിൽ നാം അതാണ് കാണുന്നത്. അവൻ്റെ ഉള്ളിലും ഭയം പുറപ്പെട്ടു. പുറത്തും ഭയം, അകത്തും ഭയം. രക്തപ്രതികാരകൻ അവനെ ഭയപ്പെടുത്തുകയാണ്. മരണഭീതിക്ക് അവൻ അടിമപ്പെടുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം നിത്യമായ മരണഭീതിയിലായിരുന്നു. ആ മരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം അല്ലെങ്കിൽ ഭീതി രക്ഷപ്പെടുന്നതിന് അവൻ്റെ മുമ്പിൽ ശേഷിക്കുന്ന ഏക മാർഗം സങ്കേത നഗരത്തിലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ്. ഇന്നും അത് അത്രേ മാർഗമുള്ളൂ, വേറെ ഒരു മാർഗവുമില്ല. അല്ലെങ്കിൽ അവനവൻ്റെ കുറ്റം വഹിക്കണം, അവൻ മരിക്കേണ്ടി വരും. ഒരു പാപിയുടെ അവസ്ഥ ഒട്ടും വ്യത്യസ്തമല്ല എന്ന് നമുക്കറിയാം. പാപം ഊറ്റിക്കുടിച്ച് ഒരു വ്യാജ സ്വസ്ഥതയിൽ ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുള്ളവർ. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പാപബോധം വരുമ്പോൾ അപ്പോഴാണ് പാപത്തിൻ്റെ കുറ്റബോധം എന്താണെന്ന് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു രക്ഷിക്കപ്പെടുന്ന ഒരു പാപിക്ക് ഒന്നാമത് വരേണ്ടത് ആ കുറ്റബോധം അല്ലെങ്കിൽ പാപബോധമാണ്. ആ പാപബോധം ഉണ്ടെങ്കിൽ മാത്രമേ അവന് അനുദപിക്കാനും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും കഴിയുകയുള്ളൂ. ഭയവും വ്യാകുലതയും അവനിൽ നിറയുന്ന അവസ്ഥയിലാണ് അവൻ വിളിച്ചു പറയുക, ഞാൻ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം, കാരാഗ്രഹ പ്രമാണി ചോദിച്ച ചോദ്യം, അവൻ്റെ ആ കുറ്റബോധം അവനെ വിളിച്ചു ചോദിക്കാൻ ഇടയാക്കി. ഒരു പാപിയും അത് തന്നെയാണ് വിളിച്ചു ചോദിക്കുന്നത്, ഞാൻ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്താ മറുപടി? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിന് ദൈവം നൽകുന്ന മറുപടിയാണ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ആ പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായിട്ട് ഓടിപ്പോകുക. ക്രിസ്തുവാണ് ആ പ്രത്യാശ. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത് ക്രിസ്തുവിലേക്കാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ സ്നാപകൻ വിളിച്ച് പറയുന്നുണ്ട്, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട്. സങ്കേത നഗരത്തിൽ നിന്ന് ലഭിക്കുന്ന അഭയത്തിനും ക്രിസ്തുവിൽ ലഭിക്കുന്ന അഭയത്തിനും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ഔചാരിതമായി കൊല ചെയ്യപ്പെട്ട ഘാതകന് മാത്രമേ അവിടെ അഭയം പ്രാപിക്കാൻ കഴിയുള്ളൂ, അഭയം നൽകുകയുള്ളൂ. എന്നാൽ ബോധപൂർവം നിരന്തരം ദൈവത്തിനെതിരെ മത്സരികളായവർക്ക് ക്രിസ്തുവിൽ ശരണം ലഭിക്കുന്നു. എല്ലാ പാപികൾക്കും, കൊല ചെയ്തവന് മാത്രമല്ല. എന്നാൽ അവൻ്റെ അഭയ സങ്കേത നഗരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവനൊരു കാരാഗ്രഹത്തിന് തുല്യമാണ്. അവന് അതിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിയേ കഴിഞ്ഞാൽ പ്രതികാരകൻ അവനെ കൊല്ലും. എന്നാൽ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നവനോ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആ സ്വാതന്ത്ര്യം സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:36 നാം വായിക്കുന്നുണ്ട്. അങ്ങനെ സങ്കേത നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ
അവൻ തൻ്റെ അവകാശത്തിൽ നിന്ന് എല്ലാം അന്യപ്പെടുകയാണ് വാസ്തവത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ അടുക്കൽ ശരണത്തിനായി ഓടി വരുന്നവൻ തൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും നാം വായിക്കുന്ന പോലെ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമാണ്. പത്രോസ് ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ടല്ലോ. ഒരു പാപിയെ വീണ്ടും ജനിപ്പിക്കുന്നത് ഈ അവകാശത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. 1 പത്രോസ് 1:4-5 വാക്യങ്ങൾ. ഒരു കൊലപാതകി സങ്കേത നഗരം വിട്ട് സ്വന്തം അവകാശത്തിലേക്ക് മടങ്ങി വരുന്നതുവരെ മരണത്തിന് വേണ്ടി അഥവാ രക്തപാതകരനാൽ കൊല്ലപ്പെടുന്നതിന് വേണ്ടിയാണ് അവൻ കാത്തിരിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണം അവൻ്റെ അവകാശത്തിലേക്കുള്ള പ്രവേശിക്കലാണ്. തുടർന്ന് അവന് അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് വളരെ നിരന്തരമായിട്ട്, അല്ലെങ്കിൽ ഈ സങ്കേതനരങ്ങളുടെ ഓരോ അർത്ഥങ്ങളും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണം, അതുപോലെ സന്തോഷം, അതുപോലെ ഉയരങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുന്നത്, അതെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഓരോന്നും നിങ്ങൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് വളരെ അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പട്ടണത്തിൻ്റെ അർത്ഥങ്ങൾ യേശു ക്രിസ്തുവിൽ അഭയം തേടുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഭവങ്ങളായിട്ട് നമുക്ക് പഠിക്കുകയാണെങ്കിൽ അത് നന്നായി തിരിക്കും. കർത്താവ് തൻ്റെ നീതി അവമേലാക്കുന്നു. കർത്താവിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരു പാപിക്ക് ലഭിക്കുന്ന നീതീകരണം. പിന്നെ അവർക്ക് ശിക്ഷാവിധിയില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നത്. പിന്നെ ഒരു ഇടയനെ പോലെ അവൻ്റെ തോളിൽ അവൻ നമ്മെ വഹിക്കുകയാണ്. ശരിക്കും അതാണല്ലോ അർത്ഥമാക്കുന്നത്. എന്നിട്ട് അവൻ്റെ കൂട്ടായ്മയിലേക്ക്, ഹെബ്രോനിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. അവനാണ് നമ്മുടെ കോട്ട, സുരക്ഷിതമായ സ്ഥാനം. അവിടെ നാം സുരക്ഷിതരാണ്, ഉയരങ്ങളിൽ വസിക്കുന്നവരാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാൽ സങ്കേത നഗരങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ്. ഈ ഭൂമിയിൽ അവർ അന്യരും പരദേശികളാണെങ്കിലും അഭയത്തിനായിട്ട് ക്രിസ്തുവിലേക്ക് വരുന്ന ഓരോ വിശ്വാസിക്കും ലഭിക്കുന്ന സുരക്ഷിതത്വവും അനുഗ്രഹവും അവൻ ഉയരങ്ങളിലേക്ക് പോകുന്നതും നമുക്ക് കാണാം. ഇസ്രായേൽ ജാതി എന്ന നിലയിൽ നാം തുടർന്ന് ആ ഭാഗ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വേറൊരു അർത്ഥം, ഇസ്രായേൽ എന്ന ജാതി എന്ന നിലയിൽ കർത്താവിനെ അവർ ക്രൂശിക്കുകയായിരുന്നു, അല്ലേ? കർത്താവായ യേശുവിനെ ക്രൂശിച്ചവരാണ് അവർ, യഹൂദർ. എന്നാൽ അറിവില്ലായ്മയിൽ അവർ ചെയ്തു, അല്ലെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് വ്യക്തമാക്കുന്നുണ്ട്. കർത്താവ് ക്രൂശിൽ വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. അറിയായ്മയിൽ ചെയ്ത, അബദ്ധവശാൽ ചെയ്തു പോയ ഒരു കുറ്റമായിട്ട്. വാസ്തവത്തിൽ സങ്കേത നഗരം പഠിക്കുമ്പോൾ നമുക്ക് ആ നിലയിലും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. എന്നാൽ അവർ വാസ്തവത്തിൽ മശീഹയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ കുത്തിയെങ്കിലേക്ക് നോക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. എന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ഇന്നും അനേക യഹൂദന്മാർ ഈ സത്യം മനസ്സിലാക്കി മുമ്പോട്ട് കടന്നു വരുന്നുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുന്നുണ്ട്, ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു, എന്നാൽ ഞാൻ അറിയാതെ ചെയ്തു പോയതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ഇന്ന് അനേകരും ആ സത്യം മനസ്സിലാക്കുമ്പോൾ കർത്താവിലേക്ക് കടന്നു വരികയും അവനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തത് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മറ്റുള്ള ഗോത്രങ്ങൾക്കൊക്കെ അവർക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തു. അവിടെ ഒന്നും ലേവ്യ ഗോത്രത്തിന് ദേശം പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ദേശവിഭജനത്തിൽ ഏറ്റവും ഒടുവിലാണ് ലേവ്യ പട്ടണങ്ങൾ നിർണ്ണയിക്കുന്നത്. ഓഹരി വിഭജിച്ചുകൊണ്ടിരുന്ന എലയാസറിൻ്റെയും യോശുവയുടെയും കുടുംബത്തലവന്മാരുടെ അടുത്തിക്കൽ ലേവ്യരുടെ കുടുംബത്തലവന്മാർ വന്നതായിട്ട് നമുക്ക് 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അത് ആവർത്തന പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും കൂടി നമ്മൾ ഒത്തുചേർന്ന് പഠിക്കുകയാണെങ്കിൽ മോശ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അതനുസരിച്ച് 6 സങ്കേത നഗരങ്ങൾ ഉൾപ്പെടെ
48 പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളുമാണ് ലേവ്യർക്ക് നൽകുന്നതായിട്ട് നാം അവിടെ കാണുന്നത്. ലേവ്യ ഗോത്രത്തിലെ 3 ശാഖകൾ നമുക്കറിയാലോ. ആ ക്രമീകരണം അനുസരിച്ച് അവർക്ക് സ്ഥലങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് 21-ാം അധ്യായത്തിൻ്റെ ഓരോ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ലേവ്യ ഗോത്രത്തിലെ ആ ശാഖകളുടെ ക്രമം അനുസരിച്ചാണ് ചീട്ടിട്ട് പട്ടണങ്ങൾ വിതരണം ചെയ്തത്. ആദ്യം കെഹാത്യരിൽ തന്നെ പുരോഹിതന്മാർക്ക് ലഭിച്ച പട്ടണങ്ങളുടെ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അവിടെ യഹൂദയും ശിമയോനും ബെന്യാമിനും അവരുടെ ഭാഗത്തു നിന്നാണ് അവർക്ക് കൊടുത്തതായിട്ട് നമുക്ക് വായിക്കുന്നത്. പിന്നീട് പുരോഹിതന്മാരല്ലാത്തവർ അവർ എഫ്രൈം ദേശത്തു നിന്നും ദാന്യയും മനശ്ശയുടെ പകുതിയും ആ ഗോത്രങ്ങളിൽ നിന്ന് അവരുടെ സ്ഥലം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ രണ്ടാമതായിട്ട് നാം കാണുന്നത് ഗർശോനിയരെ കുറിച്ചാണ്. മനശ്ശയുടെ പകുതി കിഴക്ക്, അതുപോലെ ഇസ്സാഖറിൽ നിന്ന് 4 പട്ടണം, ആശേരിൽ നിന്ന് 4 പട്ടണം, നഫ്താലിയിൽ നിന്ന് 3 പട്ടണം കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. മൂന്നാമത് മെരാരിയരെ കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. മെരാരിയർ സെബുലൂൻ ഗോത്രത്തിൽ നിന്ന് 4 പട്ടണം അവർക്ക് കൊടുത്തു. രൂബേൻ ഗോത്രത്തിൽ നിന്ന് 4 പട്ടണങ്ങൾ, ഗാദ് നിന്നും 4 പട്ടണങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് കാണും. ലേവ്യരിൽ കെഹാത്യർക്കാണ് ഒന്നാമത്തെ നറുക്ക് വീണത്. അവർക്ക് ആകെ 23 പട്ടണങ്ങളാണ് ലഭിച്ചത്. കെഹാത്യരിൽ പുരോഹിതന്മാർക്ക് 13 പട്ടണവും പുരോഹിതരല്ലാത്തവർക്ക് 10 പട്ടണവും നൽകി. പുരോഹിതന്മാർക്കുള്ള 13 പട്ടണങ്ങളിൽ യഹൂദയുടെയും ശിമയോൻ്റെയും 9 പട്ടണങ്ങളും ബെന്യാമിൻ്റെ 4 പട്ടണങ്ങളും ഉൾപ്പെടുന്നു. പുരോഹിതന്മാർക്ക് ലഭിച്ച 13 പട്ടണങ്ങൾ ഇവയാണ്. എല്ലാ പട്ടണങ്ങളിലും പുൽപ്പുറങ്ങളോട് ചേർന്നാണ് അവർ കൊടുത്തിരുന്നത്. ഓരോ പട്ടണങ്ങൾക്കും അതിന് ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്കുണ്ടായിരുന്നു. ഹെബ്രോൻ സങ്കേത നഗരമാണ്. പല സങ്കേത നഗരം നമുക്കറിയാം. ഓരോ സങ്കേത നഗരത്തിൻ്റെ ചുറ്റും ലേവ്യരുടെ ഓരോ പ്രദേശങ്ങളും ഉണ്ടാവും. കെഹാത്തിൻ്റെ മറ്റു മക്കൾക്ക്, പുരോഹിതരല്ലാത്ത ലേവ്യർക്ക് സങ്കേത നഗരമായ ശേഖം ഉൾപ്പെടെ 10 പട്ടണങ്ങളും പുൽപ്പുറങ്ങളോടൊപ്പം എഫ്രൈം, ദാൻ, മനശ്ശയുടെ പാതി ഗോത്രം എന്നിവയുടെ ഓഹരികളിൽ നിന്ന് ലഭിച്ചതായിട്ട് നാം കാണുന്നു. ഇങ്ങനെ പുരോഹിത പട്ടണങ്ങൾ എല്ലാം തെക്കേ രാജ്യമായ യഹൂദയുടെ അതിർത്തിക്കുള്ളിലായിരുന്നു. യഹൂദയുടെ തലസ്ഥാനമായ യെരുശലേമിലായിരുന്നല്ലോ ദൈവാലയം നിർമ്മിച്ചത്. അതുകൊണ്ട് ലേവ്യർക്കൊക്കെയും അതിനോട് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ലഭിക്കാനിടയായി. പിന്നെ 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഗർശോനിയ ലേവ്യർക്ക് 13 പട്ടണങ്ങളാണ് ലഭിച്ചത്. അവയിൽ 2 സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു. ബാശാനിലെ ഗോലാനും അതുപോലെ ഗലീലയിലെ കേദേശും. യോർദാന് കിഴക്കുള്ള മനശ്ശയിലും ഇസാഖാറിലും ആശേറിലും നഫ്താലിയിലുമാണ് ഗർശോനിയർക്ക് ലഭിച്ച 13 പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും. 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ മെരാരി ലേവ്യർക്ക് സെബുലൂൻ, രൂബേൻ, ഗാദ് എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ലഭിച്ച പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. മെരാരിക്കർക്ക് കിട്ടിയ പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ശിമയോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിൽ ശേഖാമ്യരെ നിഷ്കരണം വധിച്ചതിൻ്റെ ഒരു ശാപമായിട്ടാണ് യാക്കോബ് തൻ്റെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ലേവിയോടുള്ള ബന്ധത്തിലും ശിമയോനുള്ള ബന്ധത്തിലും നാം അവിടെ വായിക്കുന്നത്. അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ തൻ്റെ മക്കൾക്ക് ഉള്ള അനുഗ്രഹങ്ങൾ യാക്കോബ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അതെ, അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കുകയും ഇസ്രയേലിൽ ചിതറിക്കുകയും ചെയ്യും എന്ന് യാക്കോബ് അന്നേ പറഞ്ഞിരുന്നു. അത് വാസ്തവത്തിൽ യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയത് നമുക്ക് കാണാനായിട്ട് കഴിയും. ശിമയോന് പ്രത്യേകമായിട്ട് ഒരു വേറെ സ്ഥലം കിട്ടിയില്ല. നമുക്കറിയാം യഹൂദയുടെ ഉള്ളിലായിരുന്നു ശിമയോന് കിട്ടിയത്. അതിൽ പല സ്ഥലങ്ങളും അവർക്ക് കീഴാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പതുക്കെ അവർ പല സ്ഥലങ്ങളിലേക്കായി ചേറിപ്പോവുകയും ആ ഗോത്രം തന്നെ അറിയപ്പെടാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. എന്നാൽ ലേവിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കാണിച്ചു. ഒരേ കുറ്റം ചെയ്തവരാണ്. എന്നാൽ ലേവിയോടുള്ള ബന്ധത്തിൽ അവന് ഒരു മാനസാന്തരം ഉണ്ടായി. എങ്ങനെയാത്? അതും അന്ന് നാം കാണുകയുണ്ടായി.
ആ ദുരവസ്ഥയിൽ നിന്ന് അവർക്ക് മാറ്റം സംഭവിച്ചത് യഹോവ അവരെ സംരക്ഷിച്ചതാണ്. അതിന് പ്രത്യേക കാരണമുണ്ട്. സീനായി വെച്ച് ഇസ്രായേൽ മക്കൾ കാളക്കുട്ടിയെ ആരാധിച്ച് വിശ്വാസത്യാഗികളായപ്പോൾ ശിമയോടുള്ള ബന്ധത്തിൽ ഞാൻ ആ കാര്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ്. മോശയുടെ ഒപ്പം നിന്നത് ലേവ്യ ഗോത്രം മാത്രമായിരുന്നു. യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് മോശ പറഞ്ഞപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല മുമ്പോട്ട് വരാൻ, ലേവ്യ ഗോത്രമായിരുന്നു. ആ ആഹ്വാനത്തിന് അവർ ചെവി കൊടുത്തു. അവർ മുമ്പോട്ട് വന്നു. വിഗ്രഹാരാധികളെ മുഴുവനും സ്വന്തം രക്തത്തിലുള്ളവരെ തന്നെ വാളിൻ്റെ വായ്ത്തലയാൽ അവർ സംഹരിച്ചു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 26 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ടാമത്തെ കാര്യം, മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ മോവാബിയ സ്ത്രീകളുമായിട്ട് പാപം ചെയ്തു. സംഖ്യാപുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ഇസ്രായേലിൻ ആ സമയത്ത് ഒരു മിദ്യാന സ്ത്രീയെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിട്ട് നാം കാണുന്നുണ്ട്. മഹാപുരോഹിതനായ ഫീനഹാസ് അത് കാണുകയാണ്. അവൻ കുന്തം കൊണ്ട് ഇരുവരെയും കുത്തിക്കൊന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുപോയി. അത് കാരണം ആ ശിക്ഷ നടപ്പാക്കിയതുകൊണ്ട് തന്നെ യഹോവയുടെ കോപം അവിടെ അടങ്ങി. തൽഫലമായി ഫീനഹാസിന് നിത്യ പൗരോഹിത്വം യഹോവ ഉടമ്പടി ചെയ്തു. അത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി. ഈ രണ്ട് സംഭവങ്ങളും ലേവി ഗോത്രത്തിന് അനുകൂലമായിട്ട് യഹോവ കണക്കിട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ശിമയോന് പറ്റിയ ഭാഗം അല്ലെങ്കിൽ ആ തെറ്റ് ലേവി ഗോത്രത്തിന് സാധിച്ചില്ല. പിന്നീട് ലേവി ഗോത്രത്തിന് പട്ടണങ്ങൾ നൽകുമ്പോൾ അവയിൽ പലതും കനാന്യ നിയന്ത്രണത്തിലായിരുന്നു. പിന്നെ അവരെക്കുറിച്ച് മോശ പറയുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കേണ്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിതറിക്കപ്പെട്ട അവസ്ഥ അവർക്കൊരു അനുഗ്രഹത്തിൻ്റെ കാരണമായി തീർന്നു. കാരണം എല്ലാ സംഘടന നഗരങ്ങളുടെയും അടുത്ത് ഓരോ ലേവി ഉണ്ടായിരിക്കും, ലേവിക്കാരുടെ പട്ടണം ഉണ്ടായിരിക്കും, ലേവി ഗോത്രങ്ങളിൽ ആരെങ്കിലും ഒരു വ്യക്തികൾ. അതുകൊണ്ട് ഓരോ ഗോത്രത്തിലും ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കാനായിട്ട് ലേവ്യരുണ്ടായിരുന്നു. എന്നാൽ ലേവി ഗോത്രത്തിന് പട്ടണങ്ങൾ നൽകുമ്പോൾ അവയിൽ പലതും കനാന്യ നിയന്ത്രണത്തിലായിരുന്നു. അവർക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് യുദ്ധം ചെയ്ത് ആ പട്ടണങ്ങൾ തിരിച്ചു പിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ മറ്റു ഗോത്രക്കാർ അവരെ സഹായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല പട്ടണങ്ങളും അവരിൽ നിന്ന് കൈവിട്ടു പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റു ഗോത്രങ്ങളുടെ ഇടയിൽ ലേവ്യർ ചിതറിയത് ഞാൻ പറഞ്ഞ പോലെ അത് അവർക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ലേവി ഗോത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നാം അവരെക്കുറിച്ച് വായിക്കുന്ന വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 33-ന്റെ 10. അങ്ങനെ ഇസ്രായേലിൽ 10 മൈലിൻ്റെ ഇടയിൽ ഒരു ലേവ്യനെ കാണാനായിട്ട് കഴിയും. അതുപോലെ അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ദൈവം സ്ഥാനമാക്കി കൊടുത്തത്. അവർക്ക് ഗോത്രങ്ങൾ ഉപയോഗിച്ചു കൊടുത്തതും അവർക്കുള്ള സ്ഥലം കൊടുത്തതും ലേവി ഗോത്രത്തിന് മോശം നൽകിയ അനുഗ്രഹം അങ്ങനെ നിറവേറ്റുവാനായിട്ട് കഴിയും. അവർ നിന്റെ സന്നയിൽ സുഗന്ധ ധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. അതുകൊണ്ട് ആ വലിയ ഒരു പൊസിഷനിലേക്ക്, വലിയ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തുവാൻ ദൈവം പ്രസാദിച്ചു. പക്ഷേ അവരും തങ്ങളുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ടു. പിന്നീട് അവരുടെ ചരിത്രം നാം വായിക്കുമ്പോൾ അറിയാനായിട്ട് കഴിയും. ലേവ്യരും അവർക്ക് ലഭിച്ച അവകാശം ശരിക്കും നഷ്ടപ്പെടുത്തുകയായിരുന്നു. അവരെ ദൈവത്തിൻ്റെ വചനം അവരെ ഉപയോഗിക്കുകയോ അവരെ നേർവഴിയിൽ നടത്തുവാനോ പരാജയപ്പെട്ടതിൻ്റെ ഫലമായി വിഗ്രഹാരാധനയിലേക്ക് ജനം തിരിയുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണാനായിട്ട്, അതിൻ്റെ അനന്തരഫലങ്ങളും ഇസ്രായേലിൽ പരക്കെ വ്യാപിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. കാരണം ലേവ്യരെ കരുതുവാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ലേവ്യർക്കും സ്വന്തമായിട്ട് അധ്വാനിപ്പാൻ കഴിയാതെ പല പട്ടണങ്ങളും പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല.
അവസാന ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നമുക്ക് വായിക്കാം. വളരെ പ്രാധാന്യമറിയിക്കുന്ന 2 വാക്യങ്ങളാണത്. ആ ഭാഗം അവസാനിക്കുമ്പോൾ, ആ മൂന്നാമത്തെ ഭാഗം അവസാനിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഭാഗമാണ് അവിടെ പറയുന്നത്. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർന്നു. ശത്രുക്കളിൽ ഒരുത്തിനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. അവർക്കൊക്കെയും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും അവർക്ക് സ്വസ്ഥത നൽകി. താൻ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തം നിറവേറ്റുകയായിരുന്നു. അവരെ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ഈ ഭാഗത്ത് 4 അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ 4 വാഗ്ദത്തങ്ങൾ നിവൃത്തി നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത്, യഹോവ അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് സത്യം ചെയ്ത ദേശം ഇസ്രായേൽ മക്കൾക്ക് നൽകി. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹാമിനോട് ചെയ്ത ഒരു വാഗ്ദത്തമായിരുന്നു. അതിൻ്റെ പൂർണ്ണ നിവൃത്തിയായിട്ടില്ല. അത് സഹസ്രാബ്ദ കാഴ്ചയിലേക്കായിരിക്കും ആവുള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നാം അവിടെ കാണുന്നത്. നമ്മുടെ ദൈവം എത്രമാത്രം വിശ്വസ്തനാണ്. രണ്ടാമത്, പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. അത് ദൈവം വാഗ്ദത്തം ചെയ്തതായിരുന്നു. അത് ദൈവം പ്രാവർത്തികമാക്കി. മൂന്നാമത്, സകല ശത്രുക്കളെയും യഹോവ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനി അവരെ കീഴടക്കേണ്ടതും കൈവശമാക്കേണ്ട ഉത്തരവാദിത്വം അവരുടേതാണ്. ദൈവം അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം അവർക്ക് ചെയ്തു കൊടുത്തു. അവസാനമായി അവിടെ നാം വായിക്കുന്ന യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവൃത്തിയായി. എത്ര അത്ഭുതകരമായ കാര്യം! പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ദേശം മുഴുവനും യഹോവ അവർക്ക് കൊടുത്തു. യോശുവയുടെ കാലത്ത് ഇസ്രായേൽ ദേശം കൈവശമാക്കിയെങ്കിലും നമുക്കറിയാം പിന്നീട് അവർക്കത് നഷ്ടപ്പെട്ടു. എന്നാൽ അബ്രാഹാമിയ ഉടമ്പടി അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതനുസരിച്ച് ഇസ്രായേൽ എന്നേക്കും ദേശം കൈവശമാക്കും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞ വാഗ്ദത്ത ദേശം മുഴുവനും കൈയടക്കും വരെ കുറേശ്ശെ ദൈവം അവർക്ക് ദേശം അവകാശമാക്കി കൊടുക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ അതുപോലും അവരുടെ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. അവർ കർത്താവിനെ എത്രമാത്രം വിശ്വസിച്ച് ആശ്രയിക്കുന്നുവോ, ദൈവത്തെ എത്രമാത്രം അനുസരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ആ ദേശവും അവർക്ക് കൈവശമാക്കാൻ കഴിയും. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ആ ജാതികളെ നിന്റെ ദൈവമായ യഹോവ കുറേശ്ശെയായി നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. കാട്ടുമൃഗങ്ങൾ പെരുകി നിനക്ക് ഉപദ്രവമാകാതിരിക്കാൻ അവരെ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാ. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 22. ഇസ്രായേൽ മക്കൾ അവിശ്വസ്തരായി തീർന്നു, നമുക്കറിയാം. എങ്കിലും ദൈവം അവരോടുള്ള ഉടമ്പടിയിൽ വിശ്വസ്തനായിരുന്നു. ഇത് എത്രയോ സത്യമാണ്. നമ്മോടുള്ള ബന്ധത്തിലും ഇത് തന്നെയാണ് കാര്യം കേട്ടോ. ഞാനത് തുടർച്ചയായിട്ട് നിങ്ങളോടുള്ള ബന്ധത്തിലും പറയാറുണ്ട്. നമ്മളുടെ വിശുദ്ധീകരണത്തോടുള്ളതെല്ലാം നമ്മുടെ വിശ്വാസവും അനുസരണവും, ഞാൻ പറഞ്ഞല്ലോ, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോയില്ലെങ്കിൽ നമുക്ക് ദേശം കൈവശമാക്കാൻ വളരെ പ്രയാസപ്പെടും. ഇറ്റ്സ് നോട്ട് ഈസി. എന്നാൽ നാം വിശ്വസിക്കുകയും അനുസരിക്കുകയും ദൈവത്തിൻ്റെ വചനം അതുപോലെ നമ്മുടെ ആവശ്യമാക്കി തീർക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ കൈവശമാക്കുമെന്ന് മാത്രമല്ല, അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. 2 തിമോഥെയോസ് 2:13 നാം വായിക്കുന്നത് എന്താണ്? നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയില്ല. അത് ദൈവജനമെന്ന നിലയിൽ നമ്മളോടുള്ള ബന്ധത്തിലും വളരെ ശരിയാണ്. ഒന്നാമത് ദൈവത്തിൻ്റെ ഉടമ്പടി, ദ കവനൻ്റ് ഓഫ് ഗോഡ്, അതൊരിക്കലും മാറിപ്പോകുന്നതല്ല. പിന്നീട് ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി.
അത് നമുക്ക് വലിയ ബലമാണ്. മൂന്നാമത് ദൈവിക വാഗ്ദത്തങ്ങൾ, ദ പ്രോമിസസ് ഓഫ് ഗാഡ്. ഇത് മൂന്നും നമ്മുടെ വിശുദ്ധീകരണത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് ദേശം കൈവശമാക്കുവാൻ കഴിയുന്ന സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. നമുക്കുള്ള സ്പിരിച്വൽ റിസോഴ്സസ്, ആത്മീയ സ്രോതസ്സുകൾ ഇതാണ് പ്രിയമുള്ളവരെ. അതിൽ നാം എത്രമാത്രം ആശ്രയിക്കുന്നുണ്ട്. നമ്മുടെ ദൈവൻ വിശ്വസ്തനാണ്. അവൻ്റെ ഉടമ്പടി, അവൻ്റെ കവനൻ ഒരിക്കലും മാറിപ്പോകുന്നതല്ല, നമുക്കതറിയാം. അതുപോലെ തന്നെ യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാണ്. അവൻ്റെ ശക്തി നാം അനുഭവിക്കുന്നവരാണ്. അവൻ തൻ്റെ വീര്യപ്രവൃത്തികളാണ് ശക്തി കൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം അവകാശമാക്കി കൊടുത്തത്. അതേ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മളും ക്രിസ്തുവിൻ്റെ അവകാശങ്ങൾ അവകാശമാക്കണമെങ്കിൽ ഈ വിശ്വാസവും ആശ്രയവും നമുക്കും വേണം. നമ്മുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും സാധിക്കും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിലുള്ള ആശ്രയം നമ്മൾ വർദ്ധിപ്പിക്കുക. ദൈവത്തിൻ്റെ ഉടമ്പടി, ദൈവത്തിൻ്റെ ശക്തി, ദൈവിക വാഗ്ദത്തം, ഇത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനായിട്ട് കഴിയും. ദൈവം അത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കാനായിട്ട് കഴിയും. ഓരോരുത്തരെക്കുറിച്ചും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം അതുതന്നെയാണ്. അത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ഇസ്രായേൽ ജാതി എന്ന നിലയിൽ അവർക്ക് വളരെയധികം പരാജയങ്ങൾ രേഖപ്പെട്ടു എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം എപ്പോഴൊക്കെ അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നിട്ടുണ്ടോ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ടുണ്ടോ, അന്നൊക്കെ അവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളുണ്ടായി. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ നമുക്കും ഈ ദേശങ്ങൾ കൈവശമാക്കുവാൻ, ക്രിസ്തുവിനെ മുഴുവനായിട്ട് അവകാശമാക്കുവാൻ, നമുക്കുള്ള അവകാശത്തിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായല്ലോ, അപ്പോസ്തലന്റെ പ്രാർത്ഥന ഏറ്റവും വലുത് അതായിരുന്നു. തൻ്റെ വിശ്വാസികളെക്കുറിച്ച് അവരുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. നമ്മൾ തികച്ചും ഈ എന്താ പറയുക, ഉപരിവിപ്ലവമായ ക്രിസ്തീയ ജീവിതമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും അതിൽ സാറ്റിസ്ഫൈഡാണ്. നമുക്ക് അതിൽ മാത്രം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കൂട്ടായ്മയിലായി, അതിൽ മാത്രം നാം തൃപ്തിപ്പെടുകയാണോ, അതോ കർത്താവ് നമുക്ക് നേടിത്തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഈ ദൈവവചനം നാം പഠിക്കുകയാണെങ്കിൽ, ഈ ദൈവവചനം ധ്യാനിക്കുകയാണെങ്കിൽ, അതിൽ കൂടെ ദൈവിക സത്യങ്ങൾ, അതിലെ നിക്ഷേപങ്ങൾ നമുക്ക് അവകാശമാക്കുവാൻ കഴിയുമ്പോഴാണ് ക്രിസ്തുവിൽ ഞാൻ എത്രമാത്രം ധന്യനാണ് എന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അത് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ പഠനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുമ്പോൾ കർത്താവ് നമ്മളിൽ കൂടെ മഹത്വപ്പെടുവാൻ ഇടയാക്കും. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സഭയിലും നമ്മളെ അറിയുന്നവരും നമ്മുടെ ചുറ്റുപാടിലും നാം ഒരു അനുഗ്രഹമായി തീരും. അതിനിടയാക്കട്ടെ. ദൈവത്തിൻ്റെ വിലയുടെ നാമം മഹത്വപ്പെടുന്നതാണ്.